ഹലോ, കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന ഒരു പരമ്പരാഗത വിഭവമായ പത്തിലക്കൂട്ടിൻ്റെ രുചി അറിഞ്ഞാലോ? അതിനായി പറമ്പിൽ പോയി പത്തിലകളെല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഏതെല്ലാമാണ് പത്തിലകളെന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ പയറില. ഇതിൽ ധാരാളം ഇരുമ്പ്, ഫൈബർ, വിറ്റാമിൻ എ, സി എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ചേമ്പില. നന്നായി പാകം ചെയ്ത് വേണം കഴിക്കാൻ. ഇത് നെയ്റുണി. സാധാരണ പറമ്പുകളിലൊക്കെ കാണപ്പെടും. കർക്കിടക മാസം ആവുമ്പോൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഇലയ്ക്ക്. പിന്നെ ചേനയില. ശരിക്കും ഇത് കൂമ്പാണ് കേട്ടോ എടുക്കേണ്ടത്. ഇത് ചൊറിത്തുമ്പ. പരമ്പരാഗതമായി ഭക്ഷണത്തിലും നാട്ടുവൈദ്യത്തിലും ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു ഇലയാണ്. ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പച്ചയായി ഉപയോഗിക്കാതെ നന്നായി പാകം ചെയ്ത് കഴിക്കേണ്ടതാണ്. ഇത് തഴുതായ്മ. പാരമ്പര്യമായി ഇലക്കറിയായും ഔഷധ സസ്യമായും ഉപയോഗിക്കുന്നു. ഫൈബറും വിവിധ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണിത്. എൻ്റെ വീട്ടിലെ പറമ്പിൽ ഇത് നിറച്ചുണ്ട്. ഇത് കുമ്പളയില. ഇതിലും ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻസ് ഉണ്ട്, ദഹനത്തിനും നല്ലതാണ്. പിന്നെ മത്തയില. മത്തയിലയും കുമ്പളയിലയും കാണാൻ ഏകദേശം ഒരേപോലെയാണ്. കുമ്പളയിലേക്ക് ഒരു ലൈറ്റ് പച്ചയാണെങ്കിൽ മത്തയിലേക്ക് ഒരു ഡാർക്ക് കളർ പച്ചയാണ്. പിന്നെ പലതരത്തിലുള്ള ചീരകളാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇലകളെല്ലാം നന്നായി കഴുകി ഒരുമിച്ചിരുന്ന് അരിയാൻ തുടങ്ങി. കഴുകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സാധാരണ ഇതിൽ ചീരയിൽ ഞാൻ 3 തരം ചീര ഉപയോഗിച്ചിട്ടുണ്ട്. സാമ്പാർ ചീര, പ്രഷർ ചീര, പിന്നെ നോർമൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാ ചീരയില്ലേ, അതുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പ്രഷർ ചീര എന്ന് പറയുമ്പോൾ ചിലർ വേലിച്ചീര എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണല്ലോ അതൊക്കെ. തനിയെ തോരൻ വെച്ച് കഴിക്കാനും ഉപ്പേരി വെച്ച് കഴിക്കാനും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്കറികളൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ്. കാരണം ഓരോ ഇലയ്ക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇത് കഴിക്കാതെ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ അസുഖങ്ങളും എല്ലാം വരികയും ചെയ്യും. മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടും മഴക്കാലത്ത് നമുക്ക് വരുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുമാണ് കർക്കിടക മാസത്തിൽ പത്തില കഴിക്കണമെന്ന് പറയുന്നത് കേട്ടോ. ഈ പത്തിലകളുടെ ഗുണങ്ങളും അവ ഏതെല്ലാമാണെന്നും അതെങ്ങനെ തിരിച്ചറിയാമെന്നുമെല്ലാം ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ്. അമ്മയാണ് എനിക്കിതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാ ഇലകളും അരിഞ്ഞെടുത്ത് അത് ഉപ്പേരി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചുവന്നുള്ളി ചതച്ച് അതിലേക്ക് ഉപ്പേരിമുളക് ഇട്ട് മൂപ്പിച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഇലകൾ ഇട്ട് കൊടുത്തത്. അത് ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ എന്തോ വിട്ടുപോയി. അതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത്. അങ്ങനെ കുറേശ്ശെ ഇലകൾ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് കുറച്ച് വാടി വരുമ്പോൾ പിന്നെയും ഇലയിട്ട് പിന്നെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഒരുമിച്ചിടാനായിട്ട് അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ തൃശ്ശൂർക്കാർ സാധാരണ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. നാളികേരം ഇട്ട് വെക്കുന്നതിനാണ് തോരൻ എന്ന് പറയുന്നത്. ഇതിൽ നാളികേരം ഇടണില്ല, വേണമെങ്കിൽ ഇടാം, ഞങ്ങൾ ഇടുന്നില്ല. കാരണം അത് വെറുതെ വാട്ടിയെടുത്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ഗുണവും ടേസ്റ്റും. നാളികേരം ഇട്ടാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ തോരൻ പറയാം നാളികേരം ഇട്ടതിന് മാത്രമാണ്. അല്ല ഇങ്ങനെ ഉപ്പേരിമുളക് ഇട്ട് മൂപ്പിച്ചെടുക്കുന്നതിന് ഞങ്ങൾ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുന്നത്. പത്തില ഉപ്പേരി അങ്ങനെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ പത്തിലക്കൂട്ടിന് ഏതൊക്കെ തരം ഇലകളാണ് ഉപയോഗിക്കുന്നത് എന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുതേ. ഇതുവരെ ഇത് വെച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് കിട്ടുന്ന ഇലകൾ വെച്ച് കഴിച്ചാലും മതി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.